സമൂഹത്തിൽ കാർഡിയോളജി റിലേറ്റഡ് പ്രോബ്ലംസ് കൂടി വരികയാണ്. അപ്പോൾ നല്ലൊരു ഹൃദയത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സരിത ശേഖർ മാമാണ്. ഹായ് ഡോക്ടർ, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന കുറേ കമൻസും ഡൗട്ട്സൊക്കെയാണ് ഇന്നിവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ കാർഡിയക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടും ഒന്നാണോ മാം? രണ്ടും ഒന്നല്ല. ആക്ച്വലി കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയം നിന്ന് പോകുക, ഹൃദയത്തിൻ്റെ നെഞ്ചിടിപ്പ് നിന്ന് താളമെടുപ്പ് നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് കാർഡിയക് അറസ്റ്റ്. സത്യം പറഞ്ഞാൽ ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഹൃദയാഘാതം കാർഡിയക് അറസ്റ്റായിട്ടും പ്രസൻറ്റ് ചെയ്യാം. അതായത് ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് ആദ്യമായിട്ടൊരു പേഷ്യൻറ്റിൽ പെട്ടെന്ന് കൊളാപ്സ് ചെയ്ത് കാർഡിയക് അറസ്റ്റായിട്ട് വീഴുന്നതായിട്ടായിരിക്കാം ആദ്യത്തെ പ്രസൻറ്റേഷൻ തന്നെ. അപ്പം ഹൃദയാഘാതം കാർഡിയക് അറസ്റ്റിന് ഒരു കാരണമാണ്. കാർഡിയക് അറസ്റ്റിന് വേറെ പല കാരണങ്ങളുണ്ട്. നെഞ്ചിടിപ്പ് നിൽക്കാൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, അതായത് ചില ആൾക്കാർക്ക് ജന്മനാൽ ഹൃദയത്തിൻ്റെ മസിൽ, അതായത് വെൻട്രിക്കിളിൻ്റെ മസിലിൻ്റെ ഭിത്തി കൂടുതലായിരിക്കും, തിക്നെസ് വളരെ കൂടുതലായിരിക്കും. അതിനെ നമ്മൾ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയും. ആ വിഭാഗത്തിൽ പെടുന്ന പേഷ്യൻസിന് പെട്ടെന്ന് സഡൻ കാർഡിയാക് ഡെത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹൃദയമിടിപ്പ് നിന്നു പോകുകയും ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ സഡൻ കാർഡിയാക് ഡെത്ത് എന്ന് പറയുന്നത്. മിക്കപ്പോഴും ഈ സഡൻ കാർഡിയാക് ഡെത്തിന് ഒരു കുടുംബ പാരമ്പര്യത്തിൻ്റെ ഒരു എലിമെൻ്റ് ഉണ്ടാകും. അതിലൊരു കാരണമാണ് ഞാനിപ്പോൾ പറഞ്ഞ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ മസിലിൻ്റെ വീതി കൂടിയിരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ വേറെ കുറച്ച് ചാനലോപ്പതീസ്, അത് നമ്മളിപ്പോൾ കോമൺ മാൻ്റെ ലാംഗ്വേജിൽ അതിനെക്കാട്ടി ഇതിനെ സിമ്പിളാക്കാൻ നമുക്ക് സത്യം പറഞ്ഞാൽ ഒക്കില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ ജനറ്റിക്കായിട്ടുള്ള ജന്മനാലുള്ള നമ്മളുടെ അബ്നോർമാലിറ്റീസ് കാരണം ഹൃദയത്തിൻ്റെ തുടിപ്പിന് അബ്നോർമാലിറ്റി വരാം, അരിത്മിയാസ് ഉണ്ടാകാം, നെഞ്ചിടിപ്പ് താളം തെറ്റി ഉണ്ടാകാം. അത് സഡൻ കാർഡിയാക് ഡെത്തായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ സഡൻ കാർഡിയാക് ഡെത്തിന് ഈ പറഞ്ഞ പോലെ പല കാരണങ്ങളുണ്ട്. അതിൽ മേജർ ഹാർട്ട് അറ്റാക്ക് ഒരു കാരണമാകാം. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ജനറ്റിക്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ പാരമ്പര്യമായിട്ട്, അതായത് നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും നേരത്തെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അപ്പം നമ്മൾക്കും അതിൻ്റെ ഒരു ചാൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് വരാണ്ടിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് കുടുംബ പാരമ്പര്യമായിട്ട് ഹൃദ്രോഗത്തിന് സാധ്യതകളുള്ള ഫാമിലീസ്, അതായത് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ആണ്, നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ്, സഹോദരങ്ങൾ, അച്ഛനമ്മ. അപ്പം അത്ര ക്ലോസ് റിലേറ്റീവ്സിന് നമുക്ക് ഈ പറഞ്ഞ പോലെ സഡൻ കാർഡിയാക് ഡെത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മളൊരു ബേസിക് ചെക്കപ്പ് ചെയ്യണം. അതായത് നമുക്ക് ECG, എക്കോ, അങ്ങനെ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻസിൽ തന്നെ മേജറായിട്ടുള്ള അബ്നോർമാലിറ്റീസ് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ഫാമിലിയിൽ നമ്മൾ ഫെമിലിയൽ ആണോ, ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് അറിയാൻ ഇപ്പം നമുക്ക് ജനറ്റിക് ടെസ്റ്റിങ്ങും അതുപോലത്തെ അഡ്വാൻസ്ഡ് ടെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഫാമിലിയിൽ ഏത് ജീനിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് നമ്മളുടെ ECGയിലോ എക്കോയിലോ ഈ പ്രോബ്ലം കാണുന്നത്, ഇന്ന ജീനിൻ്റെ പ്രോബ്ലംസ് ഉള്ളവരിൽ സഡൻ കാർഡിയാക് ഡെത്തിനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ആ രീതിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതുപോലെ ഈ അറ്റാക്ക്, അതായത് ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസസും യങ് ഏജിൽ നമ്മുടെ ഫാമിലിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരിൽ 55 വയസ്സിന് താഴെയും സ്ത്രീകളിൽ 65 വയസ്സിന് താഴെയും നമ്മുടെ ഈ പറഞ്ഞ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ ഇടയിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്കിനുള്ള ഒരു ജനറ്റിക് പ്രീഡിസ്പൊസിഷനും നമുക്കുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അതിനും ഈ പറഞ്ഞൊരു ചെക്കപ്പും നമ്മുടെ ഒരു റിസ്ക് ഫാക്ടർ പ്രൊഫൈലും നമ്മൾ നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സംശയമാണ്, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കാർഡിയക് അറസ്റ്റാന്ന് പറയുന്നു. അതിൽ നമ്മൾക്ക് നേരത്തെ ഒരു പ്രീവിയസ് ഹിസ്റ്ററിയും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പാസ്റ്റ് അവേ ആയി പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് എന്തായിരിക്കും? ഈ സഡൻ കാർഡിയാക് ഡെത്ത് ദിവസത്തിൻ്റെ ഏത് ടൈമിൽ വേണമെങ്കിലും ഉണ്ടാകാം. അൺഫോർച്ചുനേറ്റ്ലി അത് ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് വരുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി ഹിസ്റ്ററിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരിൽ മാത്രമേ നമ്മൾ അതൊക്കെ നേരത്തെ ചെക്ക് ചെയ്യാൻ നമുക്കൊരു പോയിന്റേഴ്സ് കിട്ടുള്ളൂ. അതർവൈസ് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു യങ് വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാളിൽ നമ്മൾ ഒരിക്കലും ഒരു സഡൻ കാർഡിയാക് ഡെത്ത് നൈറ്റിൽ ഉണ്ടാകും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനോ അതിനുള്ള ഒരു പ്രൊഫലാക്റ്റിക് മെഷേഴ്സോ നമുക്ക് എടുക്കാനൊക്കില്ല. എന്നാൽ നമുക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും പോയിന്റേഴ്സ്, നമുക്ക് ഫാമിലി ഹിസ്റ്ററി, സഡൻ കാർഡിയാക് ഡെത്തിൻ്റെ, അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന ഒരു ടെൻഡൻസി, സിങ്കോപ്പ് എന്നാണ് നമ്മളതിന് പറയുന്നത്, പെട്ടെന്ന് ഒരു അൺകോൺഷ്യസ്നെസ് വരും, വിത്തിൻ 1 മിനിറ്റ് അത് റിക്കവർ ചെയ്യും, അത് കാർഡിയാക് റിലേറ്റഡ് പ്രോബ്ലം ആവാൻ ചാൻസസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില പേഷ്യൻസിന്
നമ്മൾ ഇൻട്രാ കാർഡിയക് ഡീഫിബ്രിലേറ്റർ, അത് പേസ് മേക്കർ പോലത്തെ ഒരു മെഷീനാണ്, അത് നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാം. അപ്പോൾ ഇൻട്രാ കാർഡിയക് ഡീഫിബ്രിലേറ്റർ ഇംപ്ലാന്റ് ചെയ്യുന്ന പേഷ്യൻസിൽ ഈ അബ്നോർമലായിട്ടുള്ള നെഞ്ചിടിപ്പ്, മരണം സംഭവിക്കാൻ തക്ക റിസ്ക് ഉണ്ടാക്കുന്ന അബ്നോർമൽ നെഞ്ചിടിപ്പ് രാത്രി സമയത്ത് വന്നാൽ പേഷ്യൻ്റ് പോലും അറിയാതെ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് മെഷർ, ഒരു ചെറിയ ഷോക്ക് തെറാപ്പിയിലൂടെ ആ മെഷീൻ ഡെലിവർ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മരണം വി ക്യാൻ അവോയ്ഡ് എന്ന് പറയാം. പക്ഷേ എന്ന് പറഞ്ഞാലും ഇതെല്ലാം നമുക്ക് പിക്കപ്പ് ചെയ്യാനും ഇതിലേക്കുള്ള പോയിന്റേഴ്സ് നമുക്ക് പേഷ്യൻസിന് സിംറ്റമായിട്ട് കിട്ടാനും ഒക്കെ ഉള്ള ചാൻസസ് എല്ലാവർക്കും കിട്ടാറില്ല. കിട്ടുന്ന പേഷ്യൻസിലെല്ലാം നമുക്കത് പറ്റുന്നത്ര രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ സിൻകോപ്പ് എന്ന് പറഞ്ഞൊരു പദം ഉപയോഗിച്ചല്ലോ, അതെന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? പറയാം. ഈ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, അതായത് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത്, സഡൻ ആയിട്ടുള്ളൊരു ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഫ്രം വിച്ച് നമ്മൾ വിത്തിൻ 1 minute റിക്കവർ ചെയ്യുന്നതിനാണ് നമ്മൾ സിൻകോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രാൻസിയൻ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ സിൻകോപ്പ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് നമ്മളെല്ലാവരും വിറ്റ്നസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അസംബ്ലി സമയത്ത് നമ്മൾ കുറേ നേരം നിൽക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ക്ലാസ്മേറ്റ്സ്, പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുള്ള സമയത്ത്, പനിയോ അല്ലെങ്കിൽ ഡയറിയ, വോമിറ്റിംഗ് ഒക്കെ ഉള്ള സമയത്ത് കുഴഞ്ഞു വീഴുന്നതും, ചൂടുള്ള നല്ല സണ്ണി ഡേയ്സിൽ ക്രൗഡഡ് പ്ലേസസിൽ ലോങ് സ്റ്റാൻഡിങ് ഒക്കെ ഉള്ളപ്പോഴാണ് യൂഷ്വലി അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് സിൻകോപ്പിനെ നമ്മളൊരു കോമൺ ഫെയിൻറ്റ് അല്ലെങ്കിൽ ഒരു വേസോവേഗൽ സിൻകോപ്പ് എന്നാണ് പറയുന്നത്. അതത്ര വറിസമായിട്ടുള്ളൊരു പ്രോബ്ലം അല്ല. അതിന് നമ്മൾ കറക്റ്റീവ് മെഷേഴ്സ് ചെയ്താൽ, അതായത് ഇപ്പം പനിയോ വയ്യായികയോ ഉള്ളൊരു കുട്ടി, അല്ലെങ്കിൽ രക്തം കണ്ടാൽ ബോധക്കേട് വരാൻ ടെൻഡൻസി ഉള്ള ആളുകൾ, ആ സർക്കംസ്റ്റൻസസ് അവോയ്ഡ് ചെയ്താൽ അവർക്ക് ആ ബുദ്ധിമുട്ട് വരാതെ നമുക്ക് നോക്കാം. സെക്കൻഡ് തിങ്, നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം പനിയും വയ്യായികയൊക്കെ ഉള്ള ടൈമിൽ ചെറിയൊരു തലയ്ക്കൊരു ലൈറ്റ് ഹെഡഡ്നെസ് തോന്നുമ്പോൾ തന്നെ എവിടെയാണോ നിൽക്കുന്നതെന്ന് നോക്കേണ്ട ആവശ്യമില്ല, അങ്ങ് കിടക്കുക. മാത്രമല്ല, നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളൊരു ലോങ് എയർ ട്രാവലിന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കോ ട്രാവലറിൻ്റെ അടുത്തോ പറയണം, എന്തെങ്കിലും കാരണവശാൽ എന്നിലൊരു ഫെയിൻറ്റിങ്ങിൻ്റെ സിംറ്റം കാണുകയാണെങ്കിൽ എന്നെ കിടത്തിയിട്ട് കാല് രണ്ടും കുറച്ച് മിനിറ്റ്സിലേക്ക് പൊക്കി പിടിക്കണം എന്നുള്ളത്. അങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ നമ്മൾ ബ്ലഡ് റിട്ടേൺ ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കും ഉള്ള ബ്ലഡ് റിട്ടേൺ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ആ അൺകോൺഷ്യസ്നെസ് പെട്ടെന്ന് മാറുകയും ചെയ്യും. ഇതാണ് കോമണസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന കോമൺ ഫെയിൻറ്റ് അല്ലെങ്കിൽ വേസോവേഗൽ സിൻകോപ്പ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ കറക്റ്റീവ് മെഷേഴ്സിലൂടെ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിൻ്റെ ആവശ്യം മാത്രമേ അവിടെ വരാറുള്ളൂ. എന്നാൽ ഈ വേസോവേഗൽ സിൻകോപ്പ് പോലും നമ്മളിപ്പോൾ ഒരു പൈലറ്റ് അല്ലെങ്കിൽ വേറെ ഒത്തിരി ആൾക്കാരുടെ ലൈഫിന് റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ഒരു ജോബ്, മോസ്റ്റ്ലി പൈലറ്റ്സ്, വാൻ ഡ്രൈവേഴ്സ്, അങ്ങനെയുള്ളവരിലൊക്കെ ചിലപ്പം ഈ വളരെ ഈ പോയിന്റേഴ്സ് തരാതെ പെട്ടെന്ന് വരുന്ന വേസോവേഗൽ സിൻകോപ്പിന് നമ്മൾ പേസ് മേക്കർ അഡ്വൈസ് ചെയ്യാറുണ്ട്. ബിക്കോസ് അവരുടെ ലൈഫ് മാത്രമല്ല, ദേ ആർ പുട്ടിങ് ഒത്തിരി പേരുടെ ആൾക്കാരുടെ ജീവൻ അവിടെ അറ്റ് റിസ്ക് ആകും. അപ്പം അങ്ങനത്തെ ഒരു ഹൈ പ്രൊഫൈൽ ജോബ്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ജോബ് ചെയ്യുന്നവരിൽ മാത്രമേ നമ്മൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു വേസോവേഗൽ സിൻകോപ്പിന് വേണ്ടി പേസ് മേക്കർ അഡ്വൈസ് ചെയ്യാറുള്ളൂ. പിന്നെ സിൻകോപ്പിന് അരിത്മിക് സിൻകോപ്പ് എന്നാണ് പിന്നെ നമ്മൾ പറയുന്ന വേറൊരു സിൻകോപ്പ്. അതായത് പൾസ് റേറ്റ് കുറഞ്ഞു പോകുന്നത് കൊണ്ട് കണ്ണിലിരുട്ട് കയറി വീഴാം. പൾസ് റേറ്റ് കുറഞ്ഞു പോകുന്നത് യൂഷ്വലി പ്രായം കൂടുന്നതനുസരിച്ച് നമ്മളുടെ നോർമൽ ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട്, ഹാർട്ടിനൊരു സർക്യൂട്ട് ഉണ്ട്. നോർമൽ പൾസ് അങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ ഹാർട്ടിൻ്റെ പേസ് മേക്കറിൻ്റെ പ്രവർത്തനക്കുറവോ അല്ലെങ്കിൽ അതിൻ്റെ ആ സർക്യൂട്ടറി പോകുന്ന ആ പാത്തിൽ എവിടെയെങ്കിലും ഒരു പ്രവർത്തനക്കുറവോ വന്നാലും പേഷ്യൻസിന് സിൻകോപ്പ് വരാം. അത് പൾസ് റേറ്റ് കുറഞ്ഞിട്ടുള്ള സിൻകോപ്പാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പേസ് മേക്കർ ഇൻസേർഷനാണ്. നമ്മൾ പുറത്തുനിന്ന് പേസ് മേക്കറും ബാറ്ററിയും വയറും വെച്ച് ആ ഇടുപ്പിന് ബാക്കപ്പ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പിന്നത്തെ അരിത്മിക് സിൻകോപ്പ് എന്ന് പറഞ്ഞാൽ നെഞ്ചിടിപ്പിൻ്റെ വേഗത കൂടിയിട്ടുള്ള പ്രശ്നമാണ്. നെഞ്ചിടിപ്പ് വല്ലാതെ കുറഞ്ഞാലോ വല്ലാതെ കൂടിയാലോ സിൻകോപ്പായിട്ട് തന്നെ വരാം. നല്ലതായിട്ട് കൂടുന്ന നെഞ്ചിടിപ്പിന് അത് ഏത് ടൈപ്പ് നെഞ്ചിടിപ്പാണെന്ന് നോക്കിയ ശേഷം അതിനനുസരണമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി സിൻകോപ്പ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ സിൻകോപ്പ് എന്ന് വിളിക്കുക. ഇപ്പോൾ നമ്മൾ ആൺകുട്ടികളൊക്കെ ഗെയിംസ് കളിക്കുമ്പോൾ, ഇപ്പോൾ ടർഫിൽ വല്ല എന്തെങ്കിലും കളിക്കുമ്പോൾ അല്ലെങ്കിൽ ആയാസപ്പെട്ട പണിയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെസ്റ്റ് പെയിൻ ഫീൽ ചെയ്യുന്നു. അത് ഈ സിൻകോപ്പ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമാണോ? ഇല്ല, സിൻകോപ്പ് എന്ന് നമ്മളൊരു വാക്ക് ഉപയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം അൺകോൺഷ്യസ്നെസ്. അല്ലാതെ നമുക്ക് തോന്നുന്ന ചെസ്റ്റ് പെയിനോ അല്ലെങ്കിൽ കിതപ്പോ അതൊന്നും സിൻകോപ്പിൽ പെടില്ല. പിന്നെ നമ്മൾ ആയാസകരമായ ജോലികൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ ഗെയിംസിൽ ഏർപ്പെടുമ്പോഴോ ഉണ്ടാകുന്ന ചെസ്റ്റ് പെയിൻ, അതിനും കുറച്ച് ഡിഫറെൻറ്റ് കാരണങ്ങൾ വരാം. യങ് കുട്ടികളിൽ ചിലപ്പോൾ നമ്മളുടെ എപ്പോഴാണെങ്കിലും ചെസ്റ്റ് പെയിൻ ഉണ്ടാവുന്നത് നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ നമ്മൾക്ക്
ആവശ്യത്തിന് എത്താതെ ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ ഡിമാൻഡിനനുസരിച്ച് ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്താതെ വരുമ്പോഴാണ് ചെസ്റ്റ് പെയിൻ വരുന്നത്. അതിന് നമുക്കറിയാവുന്ന ഏറ്റവും കോമൺ കോസ് ഹൃദ്രോഗം അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉള്ള അവസ്ഥ. ആ സമയത്ത് നമ്മൾ ഹൃദയത്തിലെ മസിലിലേക്ക് എക്സേർഷൻ ചെയ്യുന്ന ടൈമിൽ ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ ചെസ്റ്റ് പെയിൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. പക്ഷെ അത് യങ്സ്റ്റേഴ്സിൽ അങ്ങനെ കാണാറില്ല. യങ്സ്റ്റേഴ്സിൽ കൂടുതലും ജന്മനാൽ തന്നെ നമ്മളുടെ ഹൃദയത്തിലേക്ക് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകളുണ്ട്. ആ കൊറോണറീസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ കൊറോണറി ആർട്ടറീസിൻ്റെ ഒരു അവർ നോർമലി പോകുന്നൊരു റൂട്ടുണ്ട്. ആ റൂട്ട് ചിലപ്പോൾ ജന്മനാൽ ഡിഫറെൻ്റ് ആയിരിക്കാം. അനാറ്റമിക്കലി നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അത് നോർമൽ പോണ്ട കോഴ്സിൽ നിന്ന് മാറിയായിരിക്കും പോകുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ചില റെയർ സർക്കംസ്റ്റൻസസിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഈ വെസലിന് കംപ്രഷൻ വരാം, ഈ രക്തക്കുഴലിന് കംപ്രഷൻ വന്നിട്ട് അവർക്ക് ചെസ്റ്റ് പെയിൻ വരാം. അതൊരു റെയർ കോസാണ്. പക്ഷെ അത് യങ് കുട്ടികളിൽ നമ്മൾ അവർ ഓടി കളിക്കുമ്പോൾ ചെസ്റ്റ് പെയിൻ വന്നാൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു മനസ്സിൽ ഓർക്കേണ്ട ഒരു റീസൺ അതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി, അതായത് ഹാർട്ടിൻ്റെ മസിലിൻ്റെ വീതി വളരെയധികം കൂടുതലാണ്. അപ്പം ഈ രക്തം നോർമലി ഓടിയെത്തുന്നത് ആ ഹൈപ്പർട്രോഫിയുടെ അല്ലെങ്കിൽ ആ വികസിച്ചിരിക്കുന്ന മസിലിന് അത്രയും മതിയാവില്ല. അങ്ങനെയുള്ളൊരു ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള ഒരു സപ്ലൈ കുറവ് വരുമ്പോഴും ചെസ്റ്റ് പെയിൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഒരു എക്സേർഷണൽ അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗെയിംസ് കളിക്കുമ്പോൾ ചെസ്റ്റ് പെയിൻ വരാവുന്നതിൻ്റെ ഡിഫറെൻറ്റ് കാരണങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പം ഇങ്ങനെ അസുഖം ഏകദേശം നമ്മൾക്കൊരു ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇൻഹേൽ എക്സേൽ അതുപോലത്തെ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വേണമോ ഇങ്ങനെ ചെയ്യാനായിട്ട്? അത് ആൻസർ ചെയ്യുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ ഞാൻ നേരത്തെ പോയിന്റിൽ വിട്ടുപോയത്, കുഞ്ഞുമക്കളിൽ എസ്പെഷ്യലി നമ്മൾ വലിയവരിലും കുഞ്ഞുങ്ങളിലും എല്ലാം നമ്മൾ ഓർക്കേണ്ടത് അനീമിയ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ കുറവ് കാരണവും ബ്ലഡിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. അതായത് ഹീമോഗ്ലോബിൻ്റെ കുറവ് കാരണം ബ്ലഡിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. അങ്ങനെയുള്ളവരിലും ഈ പറയുന്ന പോലെ ചെസ്റ്റ് പെയിൻ ബ്ലോക്ക് വേണം എന്നില്ല, അവർക്ക് മറ്റ് അസുഖങ്ങളൊന്നും കാണണമെന്നില്ല, എന്നാലും സാരമായ അനീമിയ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഈ പറയുന്ന ചെസ്റ്റ് പെയിൻ ഡ്യൂറിങ് എക്സേർഷൻ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അനുഭവിക്കാം. അവർക്ക് ഫീൽ ചെയ്യാം. എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇൻഹേലേഷനോ എക്സലേഷനോ അങ്ങനെ എന്തെങ്കിലും ബ്രീതിങ് എക്സസൈസസ് കൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഇപ്പോൾ ഒരു ബ്ലോക്കിന്റെ പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ ജന്മനാലുള്ള ഒരു രക്തക്കുഴലിന്റെ അതിൻ്റെ ഒരു കോഴ്സിന്റെ ഡിഫറൻസ് കാരണമൊക്കെ അതൊക്കെ ഒരു സ്ട്രക്ചറൽ പ്രോബ്ലമാണ്. അപ്പോൾ അത് നമുക്കൊരിക്കലും ഒരു സോർട്ട് ഓഫ് പ്രൊഫലാക്റ്റിക് മെഷേഴ്സ് എടുത്തിട്ട് നമുക്ക് പറ്റില്ല. യൂഷ്വലി നമ്മൾ സിംറ്റംസ് വരുന്നവരോട് നമ്മൾ അവരുടെ എക്സേർഷൻ്റെ ലെവൽ സ്കെയിൽ ഡൗൺ ചെയ്യാൻ പറയുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ലെവൽ വരെ, അത്രയും സിംറ്റംസ് വരുന്ന ലെവൽ വരെ എക്സേർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി നല്ല ജീവിതശൈലികൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ജനറലി ഈ എഫേർട്ട് ഇൻടോളറൻസ് അല്ലെങ്കിൽ കിതപ്പും നെഞ്ചുവേദനയൊക്കെ തീരെ എക്സസൈസ് ഇല്ലാതെ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് എക്സേർട്ട് ചെയ്താലും വരാം. അങ്ങനെയുള്ളവരിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രഡേഷനിൽ എക്സസൈസ് കൂട്ടിക്കൊണ്ടൊക്കെ പോയാൽ അവരുടെ ബോഡി കണ്ടീഷൻഡ് ആകും, അവർക്ക് ആ സോർട്ട് ഓഫ് സിംറ്റംസ് വരുന്നത് കുറയും. ഓക്കെ, അതുപോലെ തന്നെ ഈ കൊളസ്ട്രോള് കൂടുന്നത് ഈ ഹൃദയാഘാതത്തിന് എന്തെങ്കിലും കാരണമാവുമോ? ഡെഫിനറ്റ്ലി നമുക്കറിയാവുന്ന ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സിൽ ഒരെണ്ണമാണ് കൊളസ്ട്രോള്. അപ്പം പ്രമേഹം അല്ലെങ്കിൽ ഹൈ ബ്ലഡ് ഷുഗർ, രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷറിൻ്റെ കൂടുതൽ, അതുപോലെ കൊളസ്ട്രോള്, ഇതെല്ലാം നമുക്കറിയാവുന്ന ട്രഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സാണ്. അപ്പം കൊളസ്ട്രോള് നേരിട്ട് പോയിട്ട് നമ്മുടെ ബ്ലഡ് രക്തക്കുഴലിനുള്ളിൽ ഡിപ്പോസിറ്റ് ചെയ്ത് ബ്ലോക്ക് ഉണ്ടാക്കുക അങ്ങനെയല്ല. അത് ഇച്ചിരി ഒരു കോംപ്ലക്സ് ഒരു പ്രോസസ്സാണ് കൊളസ്ട്രോളിൽ നിന്ന് ബ്ലോക്ക് വരെ എത്തുക എന്ന് പറയുന്നത്. അപ്പം ചീത്ത കൊളസ്ട്രോളിൻ്റെ ആധിക്യവും നല്ല കൊളസ്ട്രോളിൻ്റെ കുറവും രണ്ടും നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അപ്പം യൂഷ്വലി നമുക്ക് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്ന അനുസരിച്ച് നമ്മുടെ രക്തക്കുഴലിനുള്ളിൽ ചെറിയ ചെറിയ ചേഞ്ചസ്, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആക്ച്വലി ഈ ചേഞ്ചസ് വലിയവരിലല്ല, ആദ്യത്തെ 10 വയസ്സിനുള്ളിലാണ് രക്തക്കുഴലിൻ്റെ ഇന്നർ ലൈനിങ്ങിലുള്ള ആ ഫസ്റ്റ് ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു അൺഹെൽത്തി ചേഞ്ചസിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് 10 years ഓഫ് ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യും. വിച്ച് മീൻസ് നമ്മളീ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കുഞ്ഞു മക്കൾ മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അത് ബിൽഡപ്പ് ചെയ്താണ് ഓവർ ദ നെക്സ്റ്റ് ഫ്യൂ ഡെക്കേഡ്സ് ആണ് അത് ബിൽഡപ്പ് ചെയ്തൊരു ബ്ലോക്കിൻ്റെ ഒരു അവസ്ഥ പോലെ എത്തുന്നത്. അപ്പോൾ കൊളസ്ട്രോൾ ഡയറക്റ്റ്ലി ബ്ലോക്കിന് കാരണം അല്ലെങ്കിലും ഡെഫിനറ്റ്ലി കൊളസ്ട്രോൾ ഹൃദയാഘാതത്തിലും സ്ട്രോക്കിലേക്കും കൊണ്ടു ചെല്ലാവുന്ന രീതിയിലുള്ള പ്രോസസ്സിന് കൊളസ്ട്രോളിനൊരു മേജർ റോളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൊളസ്ട്രോള് ഓരോ ആൾക്കാർക്കും
എല്ലാവരുടെയും ലെവൽ ഓഫ് കൊളസ്ട്രോൾ എത്ര വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അവരുടെ ഒരു ബേസിക് റിസ്ക് അസസ്മെൻറ്റ് നടത്തിയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ഒരു പേഷ്യൻറ്റിൽ കൊളസ്ട്രോളിൻ്റെ കൺട്രോൾ നമ്മൾ വളരെ ടൈറ്റായിട്ടാണ് വെക്കുന്നത്. അപ്പം സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ വന്നിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ കൊളസ്ട്രോളിൻ്റെ കൺട്രോളിൻ്റെ ലെവല് നോർമലിലും വളരെ താഴെയാണ് നമ്മുടെ ടാർഗറ്റ് ലെവൽ. ഒരു റിസ്ക് ഫാക്ടേഴ്സും ഇല്ലാത്ത ഒരാളിൽ കൊളസ്ട്രോൾ മാത്രമാണ് ഒരു റിസ്ക് ഫാക്ടറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചീത്ത കൊളസ്ട്രോൾ 190 വരെ റൈസ് ചെയ്താലും ബിയോണ്ട് 190 ആണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. അതുവരെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് മാത്രമേ പറയുള്ളൂ. ഇതിൻ്റെ ഇടയിൽ പെടുന്ന സ്പെക്ട്രത്തിലുള്ള ആൾക്കാർ, അതായത് ഡയബറ്റിക് പോപ്പുലേഷൻ, ഡയബറ്റിസ് ഉള്ള പ്രമേഹ രോഗികളിൽ കൊളസ്ട്രോളിൻ്റെ കൺട്രോൾ സാധാരണ പേഷ്യൻസിനെക്കാട്ടി കൂടുതൽ വേണം. അപ്പോൾ അവരിൽ നമ്മൾ ചീത്ത കൊളസ്ട്രോൾ ഒരു 100-ന് താഴെ വെക്കാൻ എയിം ചെയ്യും. അപ്പം ഇങ്ങനെ ഓരോ റിസ്ക് ഫാക്ടേഴ്സും ഉള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ കൊളസ്ട്രോളിൻ്റെ ഒരു ബേസിക് ടാർഗറ്റ് വെക്കുന്നത്. അപ്പം നമ്മളുടെ ട്രീറ്റ്മെൻറ്റും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ പേഷ്യൻ്റെ റിസ്ക് ഫാക്ടർ പ്രൊഫൈൽ അനുസരിച്ച്. ഇപ്പം നമുക്ക് പെട്ടെന്ന് കൊളസ്ട്രോൾ കുറയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. അതായത് കൊളസ്ട്രോൾ കൂടുതലുണ്ട് ബട്ട് മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല, ഫാമിലി ഹിസ്റ്ററി ഇല്ല, ഡയബറ്റിസ് ഇല്ല, ബ്ലഡ് പ്രഷർ നോർമലാണ്, മറ്റ് മേജർ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ല, സിംറ്റംസ് ഇല്ല. അങ്ങനെയുള്ളൊരു പേഷ്യൻറ്റിന് നമുക്ക് ലൈഫ് സ്റ്റൈൽ അഡ്വൈസ് ചെയ്യാം. ലൈഫ് സ്റ്റൈലിൽ അവർ ഡയറ്റ് നല്ലതായിട്ട് നോക്കണം, പ്ലെൻറ്റി ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, സാച്ചുറേറ്റഡ് ഫാറ്റ് നല്ലപോലെ കുറയ്ക്കുക, നമ്മൾ ഈ പുറത്ത് കാണുന്ന ജങ്ക് ഫുഡും ബേക്കറി ഐറ്റംസ് അതെല്ലാം അവോയ്ഡ് ചെയ്യുക, നല്ലപോലെ എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതെല്ലാം ചെയ്തിട്ട് നമുക്കൊരു 3 to 6 മന്ത്ലി ഇൻ്റർവെൽസിൽ നമുക്ക് കൊളസ്ട്രോളിൻ്റെ ഒരു പ്രോഗ്രഷൻ, റെഡ് മീറ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഇതെല്ലാം ചെയ്തിട്ട് നമുക്കൊരു 6 മന്ത്ലി ഇൻ്റർവെൽസിൽ നമുക്ക് നോക്കാം കൊളസ്ട്രോൾ എങ്ങനെ പോകുന്നു നോക്കാം. എന്നാൽ റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മളുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മാത്രം നോക്കി ഫോളോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കുറവായിരിക്കും. നമ്മൾ മെഡിസിനും കൂടി ഇനിഷ്യേറ്റ് ചെയ്യും. കാരണം ഒരു ഇവൻറ്റ് ഉണ്ടാകാതെ നോക്കുന്നതിലാണ് നമുക്ക് കാര്യം. ഒരു അറ്റാക്ക് ഉണ്ടായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിനെ കാട്ടി പ്രിവെൻഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ഒരു ഇവൻറ്റ് വരാതെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് റിസ്ക് ഫാക്ടേഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മൾ കൊളസ്ട്രോളിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഡോക്ടർ കൊളസ്ട്രോളിൻ്റെ ടാർഗറ്റിനെ കുറിച്ചും അത് എത്ര വേണമെന്നൊക്കെ പറഞ്ഞു. ഈ പ്രഷറും ഷുഗറും അതും കൂടി ഒന്ന് പറയാമോ? പ്രഷർ എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ നോർമൽ പ്രഷർ നമ്മളെല്ലാവരും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ തന്നെ 120/80 millimeters ഓഫ് മെർക്കുറിയാണ് നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവർക്കും അതൊരു റേഞ്ച് ആയിരിക്കും. ഒരു നോർമൽ ഈ കറക്റ്റ് വാല്യൂ ആയിരിക്കില്ല നോർമൽ. ആൻഡ് ത്രൂ ഔട്ട് ദ ഡേ പല ടൈമിലും ബി പിയുടെ റീഡിങ്സിൽ ചെറിയ വേരിയേഷൻസും ഉണ്ടാകും ഡ്യൂറിങ് ദ ഡേ. അപ്പം സാധാരണ ഒരാളിൽ നോർമൽ റീഡിംഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 130/80 or below. അതാണ് നമ്മൾ നോർമൽ റീഡിങ് ഓഫ് ബ്ലഡ് പ്രഷർ. അപ്പം എല്ലാവരും ചിലർക്ക് ഭയങ്കര പേടിയാണോ, അയ്യോ എൻ്റെ ബി പി 110 ഉള്ളൂ കുഴപ്പമുണ്ടോ? ഇല്ല, 110/70 കുഴപ്പമില്ല. ചില എസ്പെഷ്യലി പെൺകുട്ടികളിലൊക്കെ നമ്മൾ അവരുടെ 20s ബി പി നോക്കുമ്പോൾ മിക്കപ്പോഴും കുറവായിരിക്കും. അവരുടെ ഫസ്റ്റ് 2 decades ഓഫ് ലൈഫിലൊക്കെ 90-60 ഒക്കെ ആയിരിക്കും മിക്കപ്പോഴും കോളേജ് ഗോയിങ് ഗേൾസ് ഒക്കെ നമുക്ക് വന്ന് ചെക്കപ്പ് ചെയ്യുമ്പോൾ ബി പി കാണുന്നത്. ബട്ട് അതൊന്നും ഒരു പ്രോബ്ലമേ അല്ല. ആസ് ലോങ് ആസ് അവർക്ക് സിംറ്റം ഒന്നും ഇല്ലാത്തടത്തോളം കാലം ആ 90-60 ബ്ലഡ് പ്രഷർ ഇസ് പെർഫെക്റ്റ്ലി ഫൈൻ. പക്ഷെ അത് കാരണം തലകറക്കമോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം, കുറച്ച് ആഡഡ് സോൾട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ബ്ലഡ് പ്രഷർ ജനറലി പറയുകയാണെങ്കിൽ 130/80 or below. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴും നമ്മൾ കിഡ്നിയുടെ പ്രോബ്ലം ഉള്ള പേഷ്യൻസിൻ്റെ ബ്ലഡ് പ്രഷർ കൺട്രോൾ നമ്മൾ കുറച്ചും കൂടെ ടൈറ്ററായിട്ട് നോക്കും. ചില പേഷ്യൻസിൽ ഇപ്പം നമ്മൾ 140/90 ആയിരിക്കും, നമ്മൾ അത് ആ ലെവലിലായിരിക്കും നമ്മൾ അതുവരെ നമ്മൾ ലൈഫ് സ്റ്റൈൽ അഡ്വൈസ് ചെയ്യും. ഒരു 5 to 10 millimeters ഓഫ് മെർക്കുറിയുടെ ബ്ലഡ് പ്രഷറിൻ്റെ കുറവ് നമുക്ക് നല്ല വ്യായാമത്തിലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബോർഡർ ലൈൻ കേസസ് ഒക്കെ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫോളോ അപ്പ് ചെയ്യാം. അതിലും കൂടുതലായിട്ടുള്ള കേസസിന് നമ്മൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യണം. ഷുഗർ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഫാസ്റ്റിംഗ് ഷുഗർ 100-ന് മുകളിൽ കണ്ടു തുടങ്ങിയാൽ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ടാർഗറ്റ് പറയുന്ന 126-ന് മുകളിലാണ് നമ്മൾ ഡയബറ്റിസ് എന്ന് വിളിക്കുന്നത്. 110-ന് മുകളിലാണ് നമ്മൾ ഇംപയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ 100-ന് മുകളിലാകുമ്പോൾ തന്നെ അതൊരു സൈനാണ്, പ്രോബബ്ലി ഇറ്റ് ഇസ് പ്രോഗ്രസിങ്. നമ്മൾ ഷുഗേഴ്സ് അവോയ്ഡ് ചെയ്യണം, എക്സ്ട്രാ ആഡഡ് ഷുഗേഴ്സ് യൂസ് ചെയ്യേണ്ട, കാർബോഹൈഡ്രേറ്റിൻ്റെ ലോഡ് ഫുഡിൽ ഇച്ചിരി കുറയ്ക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ അതുപോലെ 12 ആഴ്ചയിലുള്ള നമ്മുടെ ഷുഗറിൻ്റെ കൺട്രോളിന് HbA1c എന്ന് പറയും. അത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ഒരു പെർസെൻറ്റേജ് വാല്യൂ ആണ്.
അപ്പോൾ ചിലർക്ക് നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ നോർമൽ ആയിരിക്കും, പക്ഷേ ഈ HbA1cയുടെ ലെവൽസ് നോർമലിലും മുകളിലായിരിക്കും. അപ്പം ചെക്കപ്പ് ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വൈൽ ഈ HbA1c ലെവൽസും കൂടെ നോക്കിയാൽ നമുക്ക് ഡയബറ്റിക് ടെൻഡൻസി എത്രമാത്രം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. നോർമൽ HbA1c നമ്മളൊരു 5.7 ഒക്കെ താഴെയാണ് നോർമലി. 6 മുകളിലാണെങ്കിൽ നമ്മൾ 6 and above ആണെങ്കിൽ നമ്മൾ വി ആർ ഇൻ ദ ഡയബറ്റിക് റേഞ്ച്. അപ്പം നമ്മൾ നല്ലപോലെ ഫുഡ് കൺട്രോൾ ചെയ്യണം, അതിൻ്റെ ഫോളോ അപ്പും ചെയ്യണം. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ നേരത്തെ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും എന്ന് സൂചിപ്പിച്ചല്ലോ. അപ്പം നമ്മൾക്കിത് ബോഡിയിൽ ഇൻബിൽറ്റ് ആയിട്ട് വരികയാണോ, അത് നമ്മുടെ ഫുഡിൽ നിന്നാണോ നമ്മൾക്കിത് സംഭവിക്കുന്നത്? കൊളസ്ട്രോളിൻ്റെ മെറ്റബോളിസം നമ്മുടെ ഫുഡിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ഫുഡിൽ നിന്നും നമുക്ക് കൊളസ്ട്രോൾ കിട്ടും, നമ്മുടെ ശരീരത്തിനുള്ളിലും നമ്മുടെ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ 2 സോഴ്സസ് നിന്നും നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പേഷ്യൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ പട്ടിണി കിടന്നാലും കൊളസ്ട്രോളിൻ്റെ മെറ്റബോളിസം ബോഡിയിൽ ശരിയല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാകും, ചീത്ത കൊളസ്ട്രോൾ ബോഡിയിൽ ഉണ്ടാകും. അപ്പോൾ അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. പക്ഷേ ഫുഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ഡയറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം കൊളസ്ട്രോൾ നമ്മൾ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി LDL കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡുമാണ് നമ്മൾ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നല്ല കൊളസ്ട്രോൾ HDL അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അപ്പോൾ HDL നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് പുരുഷന്മാരിൽ 40യുടെ മുകളിലും സ്ത്രീകളിൽ 50യുടെ മുകളിലാണ് ഐഡിയൽ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇതിലെല്ലാം കുറച്ചൊരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമ്മുടെ പേരൻസിന് ആർക്കെങ്കിലും നല്ല കൊളസ്ട്രോൾ ഭയങ്കര കുറവാണെങ്കിൽ ഇത് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് ചിലർക്ക് കുറവായിരിക്കും, ടു ദ ട്യൂൺ ഓഫ് ചിലപ്പോൾ 20യുടെ താഴെയൊക്കെ ആയിരിക്കും. അപ്പം നല്ല കൊളസ്ട്രോൾ കുറവുള്ളവരിലും ചീത്ത കൊളസ്ട്രോൾ കൂടുതലുള്ളവരിലും ജീവിത ശൈലിയിലെ ചേഞ്ചസിന് കുറേ റോളുണ്ട്. എക്സസൈസ് കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാം നല്ല കൊളസ്ട്രോൾ. നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ നല്ല കൊളസ്ട്രോളിൻ്റെ ലെവൽസ് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കണം. സിഗരറ്റ് സ്മോക്കിംഗ് ഒരു വലിയ ഫാക്ടറാണ് നല്ല കൊളസ്ട്രോളിൻ്റെ അളവിനെ കുറയ്ക്കാനായിട്ട്. അപ്പോൾ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്താൽ അതുള്ള ആൾക്കാരിൽ നല്ല കൊളസ്ട്രോളിൻ്റെ ലെവൽസ് ഇമ്പ്രൂവ് ചെയ്യും. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ച് നമുക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽസിനെ ഒരു പരിധി വരെ മോഡിഫൈ ചെയ്യാം. ഒത്തിരി വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഹൃദയാരോഗ്യത്തെക്കുറിച്ചൊക്കെ ഡോക്ടർ ഞങ്ങളോട് സംസാരിച്ചു. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു. പുതിയൊരു ഇൻഫോർമേറ്റീവ് എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നവരെ ബൈ.